കടുത്ത പേമാരിയിൽ നീരൊഴുക്കുംചാൽ പ്രദേശം വെള്ളപ്പൊക്ക ഭീഷണിയിൽ. അപ്പോൾ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ പെരുമഴയാണ്. അപ്പോൾ ഓരോ 2000 രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ. അതുപോലെ തന്നെ ഓരോ 5000 രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം ഒരു 3-fold പോപ്പിക്കൊട ഫ്രീ. അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ, ബാഗ് ബസാർ പയ്യന്നൂർ. കാലവർഷം ശക്തി പ്രാപിച്ച് ദുരിതപ്പെയ്ത്ത് തുടരുമ്പോൾ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എങ്ങും വെള്ളക്കെട്ടും ദുരിതങ്ങളും ഏറുകയാണ്. ശക്തമായ മഴയിൽ പുതിയങ്ങാടി ബീച്ച് റോഡ് നീരൊഴുക്കുംചാൽ തീരപ്രദേശം വെള്ളപ്പൊക്ക ഭീഷണിയിലാണുള്ളത്. 20ഓളം വീടുകളും കച്ചവട സ്ഥാപനങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. നീരൊഴുക്കുംചാലിലെ സെബാസ്റ്റ്യൻ്റെ ചായക്കടയിൽ വെള്ളം കയറി, സാധനങ്ങളെല്ലാം നശിച്ചു. മുട്ടോളം വെള്ളത്തിലാണുള്ളത്. എന്താ പറയണ്ടത്, ഇത് കാലവർഷത്തിൻ്റെ ഒരു കളി. എന്നുവെച്ചാൽ ഇതുപോലത്തെ ഒരു വെള്ളക്കയറ്റം അടുത്ത കാലമൊന്നും ഉണ്ടായില്ല. എന്നുവെച്ചാൽ എനിക്കൊരു 67 വയസ്സായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വെള്ളം കാണുന്നു. ഇതുവരെ നമ്മൾ സാധാരണ കയറുന്നുണ്ട്, ഈ കട മുങ്ങിലുണ്ട്. പക്ഷേ ഇത്ര ആദ്യമായിട്ടാണ് ഈ കടയുടെ ഉള്ളിലടക്കം വെള്ളം കയറുന്നത്. കടയിൽ നിന്നല്ല, ഈ ചുറ്റുപാടിൽ എല്ലാ വീടും, ഇതായി കാണുന്ന വീട് മുഴുവനും മുങ്ങിയിട്ടില്ല. ഏകദേശം 40-45 വീടുകളുണ്ട് ഈ ഭാഗത്തെല്ലാം മുങ്ങിയിട്ടില്ല. വെള്ളം പോകുന്ന ഒരു വഴിയുണ്ട് നീരൊഴുക്ക്, അതാണെങ്കിൽ കെട്ടിയിട്ടത്. അതെല്ലാ സമയവും വെള്ളം പോകില്ല. അത് കടൽ ഇറക്കമുള്ള സമയം മാത്രമേ മുട്ടാൻ വെള്ളം പോകും. കയറ്റം വരുന്ന സമയം അത് ഓട്ടോമാറ്റിക്കായിട്ട് കെട്ടിപ്പോവുകയും ചെയ്യും. ഈ വെള്ളം ആദ്യമായിട്ട് ഇത്ര കൂടുതൽ വെള്ളം കയറുന്നത് ഇത് ആദ്യമായിട്ടാണ്. മഹമ്മൂദിൻ്റെയും KT കുഞ്ഞഹമ്മദിൻ്റെയും അനാദിക്കട, കല്ലേൻ ഡോമിനിക്ക്, വടക്കത്തി BV, ത്രേസ്യ അലക്സാണ്ടർ, പ്രഭാ കല്ലേൻ, കാർത്തിയാനി പുന്നത്തിരിയൻ, ശേഖരൻ P, കൊയിലേര്യൻ ഭാരതി, ബാലാമണി, സരള പ്രഭാകരൻ, ചേരിച്ചി ആത്തീക്ക, ചേരിച്ചി നബീസ, ജോണി തെക്കൻ, മേരി തെക്കൻ, ഹഫ്സത്ത്, മനോജ് കല്ലേൻ തുടങ്ങിയവരുടെ 20ഓളം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണിപ്പോൾ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കുട്ടികളടക്കം പുറത്തിറങ്ങാൻ പറ്റാതായി. വെള്ളം കയറി നിരവധി കിണറുകളും ഉപയോഗശൂന്യമായി മാറി. പഴയങ്ങാടി പോലീസും തീരദേശ പോലീസും വില്ലേജ് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനും സാധ്യതയുണ്ട്. നീരൊഴുക്കുംചാൽ തീരദേശ റോഡും വെള്ളത്തിനടിയിലാണുള്ളത്. പൊട്ടിപ്പൊളിഞ്ഞും യാത്ര ദുഷ്കരമായി തീർന്നു. പ്രദേശം തന്നെ ഒറ്റപ്പെട്ട് കിടക്കുകയാണിപ്പോൾ. മഴ കൂടുതൽ ശക്തമാകുന്നതോടെ രാത്രിയിലും ഭയപ്പാടോടെയാണ് തീരദേശവാസികൾ കഴിയുന്നത്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നീരൊഴുക്കുംചാൽ പ്രദേശത്ത് നിന്നും T ബാബു, പഴയങ്ങാടി. പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും 5 പോപ്പിക്കൊടകൾ, 5 റെയിൻകോട്ടുകൾ, 5 ലേഡീസ് ബാഗുകൾ, 5 ലെതർ പേഴ്സുകൾ, ട്രെൻഡിങ് ഐറ്റമായ 3-piece സെറ്റ് വാട്ടർ ബോട്ടിലുകൾ, ഓരോ 2000 രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം 199 രൂപയുടെ റെയിൻകോട്ടും കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ടും. ഓരോ ദിവസവും നെറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത്. ഉത്തര മലബാറിലെ ബാഗുകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ ബാഗ് ബസാറിൽ നിന്ന് മെയ് 30 വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്.